അപ്പോൾ ചായ കുടിച്ചു. ബയറേ എന്ത് ഇതിനോട് വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞത്? ചായ കുടിക്കാൻ പോകുന്നല്ലേ ഇത്? ഞാൻ സ്പെഷ്യലാണോ? എന്നാ പോവാ ഇതുക. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അഞ്ജുവിൻ്റെ ആഗ്രഹപ്രകാരം എക്സ്പോ കാണാൻ വേണ്ടി പോയതാണ്. എക്സ്പോ കാണാൻ പോയ ആൾക്ക് അത്ര ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ചെന്നപ്പോൾ ഒട്ടകപക്ഷീനെ കണ്ട്. ആ ഒട്ടകപക്ഷീൻ്റെ അടുത്തേക്കെല്ലാം വരെ പേടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു പൂച്ചേനെ കോഴിനെ എന്ത് പിടിക്കാൻ പറഞ്ഞാലും തൊടാൻ പറഞ്ഞാലും ഭയങ്കര പേടിയില്ല ആളാണ്. അപ്പോൾ അതിനെങ്ങനെ കണ്ട് ഞാൻ കുറേ പറഞ്ഞു നോക്കി, ഒന്ന് തൊട്ട് നോക്കടി, ഈ അടുത്തേക്ക് ചെല്ല്, കേജ് ഒന്ന് കൈ വെച്ച് നോക്കുന്നു. പക്ഷേ അതിനൊന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ ചെന്ന് നമ്മൾ ബേഡ്സിൻ്റെ കേജിനകത്താണ്. വലിയ ബേഡ്സിനെ കുറേ കൂട്ടിൽ തുറന്നിട്ടിട്ട്, വലിയ ബേഡ്സല്ല, ഇത് പറയുമ്പോൾ ലവ് ബേഡ്സാണ്, നമ്മൾ സാധാ ലവ് ബേഡ്സ്. ഒരു വലിയ കേജ് ഉണ്ടാക്കിയിട്ട് അതിൽ തുറന്നിട്ടാണ്. നമ്മളതിൻ്റെ ചുവട്ടുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കിളികളൊക്കെ നമ്മളെ തലേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാറി പറന്ന് നടക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതെന്താ വെച്ചാൽ നമ്മൾ ഈ കിളികളെയും ഫിഷിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടെയൊക്കെ കിളികളിങ്ങനെ പാറി നടക്കുന്നത് അതേപോലെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ അടുത്തായിട്ട് പോയത് ടണൽ അക്വേറിയമാണ്. ഈ ടണൽ അക്വേറിയം എന്ന് പറയുമ്പോൾ ഞാനും അഞ്ചൊക്കെ ആദ്യക്കുട്ടനും അഞ്ചൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ സംഭവം കാണുന്നത് തന്നെ. അതിൽ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് ഫിഷുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ കയറിയപ്പോൾ തന്നെ അഞ്ചു അടുത്ത് വേഗം പോവാണ്. അപ്പോൾ അടുത്തെന്താണെന്നുള്ള ആകാംക്ഷയാണ് നമുക്ക്. അങ്ങനെ പോകണ പോക്കിൽ ഇങ്ങനെ വന്നിട്ടാണ് കണ്ടോ ഇതേ നോക്കുന്നത്. ഇപ്പോൾ നോക്കും, ഒരു ഫിഷ് ഉണ്ട് ഗ്ലാസ് മുട്ടി പിടിച്ചിരിക്കണേ. അതിന് നോക്കുക. അതിൻ്റെ പേരെന്നോട് കുറേ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല. ഇതാണ് ഫിഷ്, കണ്ടോ. വേണ്ട പോയിട്ട് തിരിച്ചു വന്ന് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്നാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഫിഷുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണ്, അന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയത് മത്സ്യകന്യകേൻ്റെ ഇതിലേക്കാണ്. മത്സ്യകന്യക നമുക്ക് സെൽഫിക്ക് ഒന്ന് പോസ് ചെയ്ത് തരും. അപ്പോൾ മത്സ്യകന്യകേൻ്റെ അടുത്ത് പോയപ്പോൾ അഞ്ചിനോട് പറഞ്ഞ ഗ്ലാസ് ആ കുഞ്ഞ് കൈ വെച്ച മാതിരി കൈ വെക്കി പറ്റില്ല, നമുക്ക് പേടിയാണ്. ഇത് കാണുന്ന VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ കണ്ടപ്പോൾ തന്നെ നമുക്ക് മതിയായി, VR എക്സ്പീരിയൻസ് ചെയ്തില്ല. പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.